എന്താണ് ഗെറ്റപ്പ് എന്നല്ലേ? ഇന്തോനേഷ്യയിലെ ബാലിയിലാണ്. ബാലിയിലെ ഒരു കാപ്പിത്തോട്ടമാണ് കാണാൻ വന്നിരിക്കുന്നത്. കാപ്പിത്തോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് നമ്മുടെ നാട്ടിലൊന്നും കേരളത്തിലൊന്നും കാപ്പിത്തോട്ടം ഇല്ലാണ്ടാണ് ഇന്തോനേഷ്യയിൽ പോയേക്കണേ എന്നുള്ളത്. കേരളത്തിലില്ലാത്തൊരു കാപ്പി തേടി വന്നതാണ്. കോപ്പി ലുവാക്കോ, അതായത് മരപ്പട്ടിയുടെ കാഷ്ടത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കാപ്പിക്കുരു ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന കാപ്പി. നെറ്റി ചുളിച്ച ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കോഫിക്ക്. ലുവാക്കോ കോഫിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തിന് വളരെ നല്ലതാണത്. അതുപോലെ തന്നെ നെറ്റ് ചുളിക്കേണ്ട കാഴ്ചകൾ കാണുമ്പോൾ ഈ എപ്പിസോഡ് മൊത്തം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു തെറ്റിപ്പോണ്. ഈ എപ്പിസോഡ് മൊത്തം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കപ്പ് ലുവാക്കോ കോഫി കുടിച്ചാൽ എന്താണ് ഗുണമെന്നും അല്ലെങ്കിൽ കുടിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹവും നിങ്ങൾക്കുണ്ടാകും. ഉണ്ടാവലാണ് എൻ്റെ ഉദ്ദേശം. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ലോകത്ത് നമുക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രുചികൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെന്നും അനുദിനം ചായയോ കോഫി കുടിക്കുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ അറിയാതെ പോകരുത്. ഈവൻ കുടിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാനായിരിക്കണം. അപ്പോൾ കോപ്പി ലുവാക്കോ കുടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ കോഫിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിൻ്റെ കഫീൻ പവർ കുറവായിരിക്കും ലുവാക്കോ കോഫിയിൽ. അതുപോലെ തന്നെ അസിഡിറ്റി, അത് നമ്മൾ കോഫി ടീ ഒക്കെ കുടിക്കുമ്പോൾ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, വയറരിച്ചിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഒരു പെർഫെക്റ്റ് കോഫി. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോഫിയുടെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ. അപ്പോൾ ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോഫി കോപ്പി ലുവാക്കോ, അതായത് മരപ്പട്ടിയുടെ വെരുകിൻ്റെ കാഷ്ടത്തിൽ നിന്ന് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന കാപ്പിക്കുരുവിൽ നിന്ന് ഉണ്ടാക്കുന്ന കോഫിയാണ് കോപ്പി ലുവാക്കോ. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോഫിയാണത്. അപ്പോൾ നമ്മുടെ ഈ മരപ്പട്ടികൾ വെരുകെന്നൊക്കെ പറയും, പലയിടത്തും പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ വിസർജ്യമാണ് ഈ കാണുന്നത്. അതായത് ഇത് കഴിച്ചിട്ട് നിങ്ങൾക്കത് കുറച്ചും കൂടി ഇവിടെ നിന്ന് ലൈറ്റ് കുറവിന് ഞാൻ പുറത്തേക്ക് എടുക്കാം. എന്താ കോഫി ബീൻസ് കഴിച്ചിട്ട് ഇതിൻ്റെ വിസർജ്യം ഇത് ഉണങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ പേരിലാണ് കയ്യിലൊന്നും പറ്റി പിടിക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ വിസർജ്യം ഇങ്ങനെയാണ് വരുന്നത്. ഇത് സാധനം ഉണക്കിയതിന് ശേഷം ഇത് കഴുകിയെടുക്കാന്ന് പറഞ്ഞാൽ കഴുകിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ എത്രയും നല്ല ക്ലിയർ ആയിട്ട് മാറും. ഓക്കെ, കഴുകിയെടുത്ത കോഫി ബീൻസാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് റോസ്റ്റ് ചെയ്ത് പൊടിക്കുന്നതാണ് നമുക്ക് കോപ്പി ലുവാക്കോ എന്ന് പറഞ്ഞ പേരിൽ നമുക്ക് കിട്ടുന്നത്. ഇനി അപ്പോൾ വ്യത്യാസം കാണിച്ചു തരാം. ഇതിപ്പോൾ മരപ്പട്ടിയുടെ വേസ്റ്റ്, ഇതിൻ്റെ കാഷ്ടത്തിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിൻ്റെ കളറാണ് ഈ കാണുന്നത്. നേരെ മറിച്ച് നമ്മൾ തോട്ടത്തിൽ നിന്ന് മരപ്പട്ടി ഒന്ന് കഴിക്കാണ്ട് നമ്മൾ പറിച്ചെടുക്കുന്ന കാപ്പിക്കുരുവിൻ്റെ രീതി ഇങ്ങനെയായിരിക്കും. വിസർജ്യമൊന്നും ആവാത്ത നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പറക്കിയെടുക്കുന്ന രീതിയിലുള്ള ഇതാണത്. പക്ഷേ ഇതിനേക്കാളും എന്തുകൊണ്ടും ഭംഗി അതിനകത്താണ്. വിസർജ്യം എന്നുള്ളൊരു കാര്യം ഒന്ന് മാറ്റി നിർത്തിയാൽ ഭംഗി അതല്ല. അതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇതാണ് സാധാരണ കാപ്പിക്കുരു, ഡാർക്ക് കളറിലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഫൈൻ ഐറ്റം. ഈ സാധനം നമുക്കിവിടെ ഫ്രൈ ചെയ്യണം, നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് നമുക്ക് നല്ല രീതിയിൽ ട്രഡീഷണൽ രീതിയിൽ വേറെ ഇതൊന്നും ചേർക്കാണ്ട് ഇവിടെ ഇരുന്നിട്ട് ഫ്രൈ ചെയ്യുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നിന്ന് ഫ്രൈ ചെയ്യുന്ന കാഴ്ചയാണിത്. വേറെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് നേരെ പൊടിച്ചെടുക്കുന്നതാണ് നമ്മളുടെ കോപ്പി ലുവാക്കോ. അതിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് കാണാൻ നമുക്കിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. ഭയങ്കര വിലയാണ് കേട്ടോ. ഇതെൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ് പോയി കഴിഞ്ഞാൽ നല്ല പൈസ കൊടുത്ത് പോകേണ്ടി വരും ഞാനിവിടുന്ന്. അപ്പോൾ ഇതാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബീൻസ്. അത് ഒരു പിടി ഞാൻ എൻ്റെ കയ്യിലെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉരലിലിട്ടിട്ട് ഇടിച്ച് പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഉരലിൽ ഇട്ടിട്ട് ഇടിച്ച് പൊടിച്ച് എടുക്കുന്ന കാഴ്ചയാണ് ഇവിടുത്തെ മെത്തേഡ്.
ഒരുപാട് വ്യാവസായികമായിട്ട് ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് മറ്റു രീതികളായിരിക്കും. പക്ഷെ നമ്മുടെ നേരിട്ട് നമുക്കിവിടെ കൺമുമ്പിൽ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം ആ ബീൻസ് ഇവിടെ ഇവർ അരിക്കുന്നു. ഇതൊക്കെ നമ്മൾക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള വർക്ക്ഷോപ്പുകളൊക്കെ അപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ ശരിയായ കമ്പനിയെല്ലാം അപ്പുറത്തുണ്ട്. ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ഇവർ ഇതിങ്ങനെ അരിച്ചെടുക്കുന്ന കാഴ്ച, അരിച്ചെടുത്ത പൊടി നമുക്കിവിടെ കാണാൻ പറ്റും. ഡാർക്കാണ്, ഇരുട്ടതിൻ്റെ പേരിൽ അത്രയ്ക്കും ക്ലിയർ ആവുന്നില്ല. ഇതുപോലെ അരിച്ചെടുക്കുകയും അരിച്ച് അത് പൊടിയെടുക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സിങ്. ഇത് നമ്മൾക്ക് സഞ്ചാരികൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ഈ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സഞ്ചാരികൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടും നമുക്ക് ഇങ്ങനെ ഒരു അനുകൂലമായിട്ടൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എൻ്റെ ഇന്തോനേഷ്യൻ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഇത്രയും ആധികാരികമായിട്ട് ഈ കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കോപ്പി ലുവാക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, ലുവാക്ക് കോഫി ഇവിടെ വെച്ചിട്ടുണ്ട് ധാരാളം. ഇതിൻ്റെ ഈ കാണുന്നതെല്ലാം ഇതാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2,50,000 രൂപയാണ് കേട്ടോ. പറയുമ്പോൾ ഞെട്ടണ്ട, ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ വലിയ പൈസ ഒന്നുമില്ല. ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 2,50,000. വലിയ പാക്കറ്റാണെങ്കിൽ 4,75,000 രൂപ. അതിൻ്റെ വിലയും നമ്മളിവിടെ ഇന്ത്യൻ വിലയും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വില കേട്ട് ഞെട്ടേണ്ടതില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പിലെ വിശേഷങ്ങൾ. കോപ്പി ലുവാക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇവിടെ നിന്നിട്ട് വാചകം അടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് കഴിച്ചും കൂടി കാണിക്കണ്ടേ. പ്ലാന്റേഷനിൽ വന്നിട്ട് നമ്മൾ കോപ്പി ലുവാക്കോ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇതെങ്ങനെയാണ് പുറത്ത് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇത് വരുന്നത്, എത്ര ഭംഗിയായിട്ടാണ് സെർവ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യണത്, ഇത്രയും കൊടുക്കണ പൈസക്കുള്ള വാല്യൂ ഉണ്ടോ എന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഒരു മാളിൽ ചെന്നിട്ട് കോപ്പി ലുവാക്കോൻ്റെ ഓതറൈസ്ഡ് ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഭംഗിയായിട്ട് ഒരു കോപ്പി ലുവാക്കോ കുടിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ആ മാളിൽ ആ ഷോപ്പിലേക്ക് വരൂ. പോകുന്ന ഷോപ്പ് കോപ്പി ലുവാക്കോ. ആദ്യം തന്നെ ഒരു 2 ട്രേ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ കോഫിക്ക് വേണ്ടിയിട്ടുള്ളത്. അതിനുശേഷം 2 കപ്പുകൾ അവർ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞു. ആ കപ്പുകളിലാണ് ഈ കോഫി നമുക്ക് തരുന്നത്. ആ കപ്പുകളിൽ തന്നെ അതിൻ്റെ ആ അനിമലിൻ്റെ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചൂടുവെള്ളവും ഇതിൻ്റെ ഇതെല്ലാനും വളരെ പ്രത്യേകം പാക്ക് ചെയ്തിട്ടൊക്കെയാണ് എല്ലാം കൊണ്ടുവരുന്നത്. കാരണം അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും. അതിൻ്റെ വില പോലെ തന്നെ അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും അവരതിന് ആ കെയറിങ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കോഫി ലുവാക്കിൻ്റെ കവറ് കട്ട് ചെയ്യുന്നു. ആ കോഫി പൗഡർ അതിനകത്ത് ഇത്രയും വാല്യുബിൾ അതിൻ്റെ പേരിൽ തന്നെ അതേ കയറിങ്ങിൽ തന്നെയാണത് കട്ട് ചെയ്യുന്നത് എല്ലാം തന്നെ. അപ്പോൾ കാണാം ഈ കോഫിയുടെ പൗഡറെല്ലാം നമ്മുടെ സെയിം കോഫി പൗഡർ പോലെ തന്നെ, നമ്മുടെ സെയിം കോഫിയുടെ ഇതുപോലെ തന്നെയാണത്. അതുപോലെ തന്നെ ഇതാ ചൂടുവെള്ളം അതിനകത്ത് മിക്സ് ചെയ്തു. ഓരോ ടേബിളിലും വന്നൊരു കോഫി നമ്മൾ ടേബിളിൽ വെച്ച് തന്നെയാണ് സ്പെഷ്യലായിട്ട് അവർ ഉണ്ടാക്കി തരുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓരോ കോഫി നമ്മൾ ഓർഡർ ചെയ്യുന്ന മുറക്ക് നമ്മളുടെ ടേബിളിൽ കൊണ്ടുവച്ച് നമ്മളുടെ പ്രസൻസിൽ തന്നെ കോഫിയുടെ
കവർ പോലും അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പയറി ഡേറ്റും എല്ലാം തന്നെ മെൻഷൻ ചെയ്ത് കാണിച്ചു തരും. കാരണം ഓൾഡ് സ്റ്റോക്ക് അല്ല എന്ന് നമ്മളെ തീർത്തും ബോധ്യപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ നമുക്കത് സ്മെല്ല് ചെയ്യാൻ തരും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിൽ സ്മെല്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം നിങ്ങളെ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നല്ല ബ്ലാക്ക് കോഫിയാണ് നമുക്ക് തരുന്നത്. ഷുഗറും ക്രീമറും എല്ലാം ഇവിടെ അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഫിയുടെ ശരിയായിട്ടുള്ള രീതി. എൻജോയ് ചെയ്യുക. ലോകത്തിലെ നമ്പർ 1 കോഫി, ലോകത്തിലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി എൻജോയ് ചെയ്ത് കഴിക്കുക. അപ്പോൾ ആ എൻജോയ് ചെയ്ത് കഴിക്കലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതാ ആദ്യത്തെ സിപ്പ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇതാ മരപ്പട്ടിയുടെ കഴുത്തിന് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ കഴുത്ത്. അപ്പോൾ ആദ്യത്തെ കോഫി എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട്, നെറ്റി ചുളിക്കുന്നവർക്കും സന്തോഷത്തോട് കണ്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ട്. അടിപൊളി അടിപൊളി എന്ന് തന്നെ ഒന്നും പറയാനില്ല. റിയലി ഇതിനകത്ത് മധുരം ഞാൻ ഇട്ടിട്ടില്ല. പക്ഷെ ഒരു കോഫി കുടിക്കുമ്പോൾ ആ കോഫി ഗ്ലാസ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ സ്മെല്ലുണ്ടല്ലോ, റിയൽ കോഫിയുടെ. ഇതിന് കോഫിയുടെ കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനില്ല. അത്ര ഇനി ഇതിനപ്പുറം വേറൊരു കോഫി ഇല്ല എന്ന് തന്നെ പറയാം. സ്മെല്ല് തന്നെ മതി. സ്മെല്ലിനൊന്നും വേറെ സ്മെല്ലില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും കാഷ്ടം അങ്ങനെയൊന്നും വിചാരിക്കട്ടെ. നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ്. ഇനി കാഷ്ടത്തിൽ നിന്ന് എടുത്ത കോഫി എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ ആൾക്കാർ ചിന്തിക്കും ഇനി ഇത് സ്മെല്ല് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാഷ്ടത്തിൻ്റെ ഇത്. അങ്ങനെയൊന്നുമില്ല. സൂപ്പർ ഫൈൻ കോഫി. നമ്മൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോകത്തിൽ ഇതിൽ നല്ല കോഫി നിങ്ങൾ കുടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നും വന്ന് കുടിക്കാനൊന്നും പറയുന്നില്ല. നമ്മുടെ കൊച്ചിയിലൊക്കെ ഉണ്ട്, അവിടെ 1600 രൂപയും 1000, 1600, 2000 പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്തോനേഷ്യയിൽ 476 രൂപയുള്ളൂ. അപ്പോൾ ഇന്തോനേഷ്യ സന്ദർശിക്കുന്നവർ കോഫി ലുവാക്ക കുറഞ്ഞ ചിലവ് തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിർബന്ധമായിട്ട് കഴിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ജീവിതത്തിൽ. കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചിന്തിക്കാതിരുന്നാൽ മതി. ഇപ്പം ഞാൻ ചിന്തിക്കാതെ ഞാൻ കുടിക്കട്ടെ. അങ്ങനെ ആ ഒരു ആഗ്രഹം നടന്നു. എന്ത്, ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി ഇന്തോനേഷ്യയിൽ നിന്നാണ് അതിൻ്റെ പ്രൊഡക്ഷൻ. ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കയറ്റി പോകുന്നത് ഇവിടെ നിന്നാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. വേൾഡിൻ്റെ പല ഭാഗത്തും ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഉത്ഭവസ്ഥാനം ഇന്തോനേഷ്യ. ആ ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ ജക്കാർത്തയിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ മഹത്വം വിളമ്പിക്കൊണ്ട് ഇത് കുടിക്കുന്നതിൻ്റെ ഒരു രുചിയും ആ ഒരു ഫീലും അതറിയണമെങ്കിൽ നിങ്ങൾ ഇന്തോനേഷ്യക്ക് വരാം. ഇന്തോനേഷ്യക്ക് വരണോ, റോയൽ സ്കൈ ഹോളിഡേയ്സായിട്ട് ബന്ധപ്പെടാം. അല്ലെങ്കിൽ എൻ്റെ ഈ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക. എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തരും. അപ്പോൾ ഇത് നല്ലൊരു അനുഭവമായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവാത്ത ചേട്ടന്മാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടിപൊളി കാഴ്ചകളും അറിവുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അത് വേണ്ട, നമ്മുടെ ഇദ്ദേഹമായിട്ട് വരും. അതുവരെ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. കൂടുതൽ പുതുമയുള്ള കാഴ്ചകളും അറിവുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് പുതുമയുള്ള കാഴ്ചകൾ എനിക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ഇന്തോനേഷ്യയിൽ നിന്ന് ബൈ.